നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര രത്നഗിരി ജില്ലയിലെ ഖേഡ് താലൂക്കിൽ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം. ഇന്ത്യയെ തന്നെ വിറപ്പിച്ച പിടികിട്ടാപ്പുള്ളി ദാവൂദിനെ പറ്റി അഭ്യൂഹങ്ങൾ പലതാണ്. എന്നാൽ ദാവൂദിന്റെ അനധികൃത സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ കേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ദാവൂദ് ഇബ്രാഹിമിന്റെ സ്വത്തുക്കൾ ജനുവരി 5-ന് ലേലം ചെയ്യും. ദാവൂദിന്റെ മാതാവ് ആമിന ബിയുടെ ഉടമസ്ഥതയിലുള്ള 4 വസ്തുക്കളാണ് സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേറ്റേഴ്സ് എന്ന അതോറിറ്റി ലേലം ചെയ്യുന്നത്. നിരവധി പേർ ലേലത്തിൽ പങ്കെടുക്കാനായി രംഗത്ത് വന്നിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചത്. ദാവൂദ് ഇബ്രാഹിമിന്റെ പൂർവിക ഗ്രാമമായ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ മുംകെ ഗ്രാമത്തിലെ മാമ്പഴത്തോട്ടം അടക്കമുള്ള കൃഷിസ്ഥലങ്ങളാണ് ലേലം ചെയ്യുന്ന സ്വത്തുക്കൾ. 4 വസ്തുക്കളുടെയും വില 19.2 ലക്ഷം രൂപയായും ഏറ്റവും ചെറിയ സ്ഥലത്തിന്റെ കരുതൽ വിലയായ 15,440 രൂപയിലും നിശ്ചയിച്ചിട്ടുണ്ട്. 2017 മുതൽ 2023 വരെ ദാവൂദിന്റെ 17 വസ്തുക്കൾ കേന്ദ്ര സർക്കാർ ലേലം ചെയ്തിരുന്നു. ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റ് 4.53 കോടിക്കാണ് ലേലം ചെയ്തത്. ഇതിനു പുറമെ 3.53 കോടി മൂല്യം വരുന്ന 6 ഫ്ളാറ്റുകൾ, 3.52 കോടിയുടെ ഗസ്റ്റ് ഹൗസ് എന്നിവയും ലേലം ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും ദാവൂദിന്റെ വസ്തുക്കൾ ലേലം ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ 1 മുതൽ 10 കോടി മൂല്യം വരുന്ന രത്നഗിരിയിലെ ലോട്ടെ ഗ്രാമത്തിലെ ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളാണ് ലേലം ചെയ്തത്. 2019-ൽ 600 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ളാറ്റ് 1.80 കോടി രൂപയ്ക്ക് ലേലം ചെയ്തു. കഴിഞ്ഞ 9 വർഷത്തിനിടെ ദാവൂദിന്റെയും ബന്ധുക്കളുടെയും പേരിലുള്ള 11 സ്വത്തുക്കൾ ഇപ്രകാരം കണ്ടുകെട്ടിയതിനു ശേഷം ലേലം ചെയ്തിരുന്നു. 18.5 ലക്ഷത്തോളം വിലമതിക്കുന്ന വസ്തുക്കളാണ് ലേലം ചെയ്തത്. ഈ ലേലം ടെൻഡർ എന്നിങ്ങനെ 3 വിധത്തിലാണ് ലേലം നടക്കുക. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ 4 സ്വത്തുക്കളും കണ്ടുകെട്ടിയിരുന്നു. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ബുധനാഴ്ചയ്ക്കകം പങ്കാളിത്ത ഫോം സമർപ്പിക്കണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. 1993-ലെ മുംബൈ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനായ ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച വിഷബാധയേറ്റതായി റിപ്പോർട്ട് വന്നിരുന്നു. വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദാവൂദിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നായിരുന്നു വാർത്ത. ഇന്ത്യയിൽ നിന്ന് കടന്ന ദാവൂദ് കറാച്ചിയിലാണ് കഴിയുന്നത്. ഇക്കാര്യം പാക് ഏജൻസികൾ ഏറെ കാലമായി നിഷേധിച്ചിരുന്നു. എന്നാൽ ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ടെന്നും വീണ്ടും വിവാഹം കഴിച്ചതായും ഈ അടുത്ത് ബന്ധുവാണ് വെളിപ്പെടുത്തിയത്. കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഗാസി ബാബ ദർഗയ്ക്ക് പിന്നിലെ റാഫെ ഹാക്കിക്ക് സമീപമാണ് ദാവൂദ് താമസിക്കുന്നതെന്നാണ് വിവരം. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ചേർന്ന് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ദാവൂദ് പദ്ധതിയിട്ടുവെന്നാണ് NIA വിശദീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് NIA 25 ലക്ഷം വിലയിട്ടിരുന്നു. മറ്റൊരു അധോലോക നായകനായ ഛോട്ടാ ഷക്കീലിനെ കണ്ടെത്തുന്നവർക്ക് 20 ലക്ഷവും ദാവൂദിന്റെ സംഘമായ ഡി കമ്പനിയിലെ മറ്റംഗങ്ങളായ ടൈഗർ മേമൻ, അനീസ് ഇബ്രാഹിം, ജാവേദ് ചിക്ന എന്നിവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 15 ലക്ഷം വീതവും NIA ഇനാം പ്രഖ്യാപിച്ചിരുന്നു.